നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മടിയുള്ളവർക്ക് പറ്റിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊക്കെ സ്കിൻ കെയർ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ആഴ്ചയിൽ 2 തവണ ഫേസ് പാക്ക് ഇടണം, അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങൾ സ്ക്രബ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. എനിക്കറിയാം ഈ വീഡിയോകളൊക്കെ കാണുന്ന ഭൂരിഭാഗം പേരും ആഴ്ചയിൽ ഫസ്റ്റ് വീക്ക് എന്തായാലും ട്രൈ ചെയ്യും, പിന്നെ മടി കൊണ്ട് അങ്ങനെ നിർത്തും, പിന്നെ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ മടിയുള്ളവർക്ക് പറ്റിയതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആഴ്ചയിൽ 1 തവണ മാത്രം ചെയ്താൽ മതി, ഡെയിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1 തവണ ചെയ്യാൻ എന്തായാലും നമുക്ക് ടൈം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ വീക്ക്ലി വൺസ് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് നനച്ചതിന് ശേഷം ഒരു ക്ലെൻസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസർ എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഹോം മെയ്ഡാണ് സംഭവം. വേറെ ഒന്നുമല്ല, നമ്മുടെ കടലപ്പൊടിയും തൈരും ചേർത്തിട്ട് ഞാനൊരു ഫേസ് ക്ലെൻസർ ഉണ്ടാക്കിയതാണ്. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തു, 1 ടേബിൾ സ്പൂൺ തൈരെടുത്തു, രണ്ടും മിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലീൻ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫേസ് വാഷ് പൗഡറൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാണ്ടുന്നത്. കാരണം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാത്ത പാല്, അതൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്താലും മതി നമ്മുടെ ഫേസിൽ. അപ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന്, സാധാരണ നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മസാജ് ചെയ്യുക, അതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാണ്. അതിനുശേഷം ഫേസ് സാധാരണ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. ഈ ഒരു സ്ക്രബ് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ക്രബാണ് കുറേ മാസങ്ങൾക്ക് മുന്നേ. മറ്റൊന്നുമല്ല, ഇതിന് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി വേണം, 1 ടീസ്പൂൺ കാപ്പിപ്പൊടി വേണം, 1 ടീസ്പൂൺ പഞ്ചസാര വേണം. അപ്പോൾ ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തക്കാളിയിൽ കുറേ ഹോൾസ് ഉണ്ടാക്കി. ഇതൊക്കെ ആ തക്കാളിയിൽ ഉള്ളിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള സ്ക്രബ് യൂസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് കുറേ ടൈമൊക്കെ ഉണ്ടെങ്കിൽ തക്കാളീൻ്റെ ജ്യൂസ് ഉണ്ടാക്കുക. തക്കാളി യൂസ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കുക. 1 ടേബിൾ സ്പൂൺ തക്കാളി ജ്യൂസും 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്ക്രബ് ആക്കിയിട്ട് യൂസ് ചെയ്താലും മതി. അപ്പോൾ എൻ്റെ മടി കാരണമാണ് ഞാൻ ഈ രീതി ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പം സർക്കുലാർ മോഷനിൽ ചെയ്യണം. എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എവിടെയൊക്കെയാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണുന്നത് അവിടെ കുറച്ചുകൂടെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബാണ് കേട്ടോ. പെട്ടെന്ന് ടാൻ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ക്രബാണ്. നല്ലൊരു സ്കിൻ ബ്രൈറ്റ്നസ് തരുന്ന സ്ക്രബാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നിനും ടൈമില്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഇത് തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിനുണ്ടാവും. പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്താൽ മതി. നല്ല മാറ്റം ഉണ്ടാവും ഫേസിന്. കാരണം തക്കാളി നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും. പിന്നെ ഈ സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ സ്ക്രബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിന്നിന് പെട്ടെന്നൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടാവും. എഫക്റ്റ് മാത്രമല്ല, നന്നായിട്ട് ഫേസ് ക്ലീൻ ആവും ഈ ഒരു സ്റ്റെപ്പിൽ. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള സ്ക്രബാണിത്. എപ്പോഴും ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിൽ വരാറുണ്ട്. ഞാനിപ്പോൾ ഫേസ് കഴുകി ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നല്ല മാറ്റം നമ്മുടെ സ്കിന്നിനുണ്ട്. നമ്മളാകെ 2 സ്റ്റെപ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മുടെ ഫേസിലുള്ള ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നല്ലോണം ഫേസ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ആൻഡ് ലെമൺ പീൽ പൗഡറാണ്. അതായത് ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും തൊലി ഉണക്കി പൊടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഷോപ്പിൽ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ തൈരാണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തൈര് ഇഷ്ടമില്ലെങ്കിൽ
പാല് യൂസ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓയിലി ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ റോസ് വാട്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ലാസ്റ്റ് അതും കൂടെ ആഡ് ചെയ്യാണ്. ഒരു 1/4 ടീസ്പൂണോളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർ നൈസായിട്ട് മഞ്ഞളിനെ സ്കിപ്പ് ചെയ്തോളൂ. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളം പോലെ ആവാനേ പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് കട്ടിക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. എന്ന് കരുതി ഒരുപാട് കട്ടിയാവാൻ പാടില്ല, അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരിക്കണം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ടിത് ഡ്രൈ ആക്കാൻ വെക്കുക. ഒരു സെമി ഡ്രൈ ആവുന്നത് വരെ മതി, ഒരുപാട് ഡ്രൈ ആക്കാനൊന്നും വെക്കണ്ട. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം. ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ്, ഡ്രസ്സിലൊക്കെ അഴുക്കാവും. വീഡിയോ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കഴുത്തിനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കട്ടിയായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേസ് പാക്കാണിത്. കാരണം പെട്ടെന്ന് ടാൻ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടും. ആ ഒരു ബ്രൈറ്റ്നെസ് 2-3 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇരട്ടി മധുരവും ഓറഞ്ച് പീൽ പൗഡറൊക്കെ സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. ഈ ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സിനെ ഫെയ്ഡാക്കാനും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറക്കാനും സഹായിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് കാണിച്ച വീഡിയോയിലെ ഈ 3 സ്റ്റെപ്സും ഡെയിലി ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കിതിൽ ഫേസ് പാക്ക് മാത്രമായിട്ട് ആഴ്ചയിൽ 3 തവണ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രബ് മാത്രമായിട്ട് ആഴ്ചയിൽ 1-2 തവണ അപ്ലൈ ചെയ്യാം. എല്ലാം കൂടെ അങ്ങ് ഡെയിലി അപ്ലൈ ചെയ്യരുത്, നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഡ്രൈ ആക്കാൻ വെക്കണം. നമ്മുടെ ഫേസ് പാക്ക് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിത് 15 മിനിറ്റ് വെച്ചപ്പോഴത്തേനും ഇതാണ് അവസ്ഥ. ഒരുപാട് ഡ്രൈ ആക്കാൻ അങ്ങ് വെക്കണ്ട, ചുളിവുകൾ വരും. കാരണം നമ്മൾ എന്തായാലും സംസാരിക്കും അതിനിടയ്ക്ക്. അപ്പം ഞാനിപ്പോൾ കഴുകി ഇനി ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യാണ്. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് സ്കിന്ന് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. എനിക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി. ഈ ഒരു സ്റ്റെപ്പിൽ സ്കിന്ന് ഡ്രൈ ആയിട്ടില്ല, നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ കൂടെ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതർവൈസ് നിങ്ങൾക്ക് ആ ഒരു സ്ക്രബ് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസ് കണ്ടോ, നല്ല മാറ്റമുണ്ട്. ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു സ്കിന്നല്ല ഇപ്പോഴുള്ളത്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാകുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മാറ്റം ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.